അയ്യോ സോറി, ഞാൻ കണ്ടില്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇയാൾക്ക് വേദനിച്ചോ? ഇല്ല, നോ പ്രോബ്ലം. ഓക്കെ. വൈകാതെ തന്നെ നീ വേദനിക്കും അനാമിക. അടുക്കരുത് അടുക്കരുതെന്നല്ലേ പറഞ്ഞ? അയ്യോ അമ്മ പ്രേതം. ഹായ് മമ്മ. നീ എന്താടാ പറഞ്ഞേ? അമ്മ പ്രേതമോ? ഏയ് അല്ല, അയ്യോ അമ്മേ പ്രേതമെന്ന്. എവിടെയാടാ പ്രേതം? ദേ ആദി, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെളുപ്പാങ്കാലം വരെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കരുതെന്ന്. ദേ ചേക്ക, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. നേരത്തെ കാലത്തെ ഉറങ്ങാത്തതിന്റെ കേടാ നീ ഇപ്പോൾ ഓഫീസിൽ പോവാനും കൂടെ വൈകിയത്. മൈ ഗോഡ്, ഓഫീസിൽ പോവാൻ വൈകിയെന്നോ? അപ്പോൾ വല്യച്ഛനും അച്ഛനും ഏട്ടന്മാരൊക്കെ പോയോ? വല്യച്ഛനും അച്ഛനും വല്യേട്ടനും പോയി. കുഞ്ഞേട്ടൻ പിന്നെ ട്രിപ്പിലല്ലേ. എന്നാ അമ്മേ ഞാൻ പോട്ടെ. എങ്ങോട്ട്? പോയി ഫ്രഷ് ആവാൻ നോക്ക്. അനു, നീ എന്താ ആലോചിക്കുന്നേ? അത് ഞാൻ മനസ്സിലായി എനിക്ക്. നീ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടല്ലേ? നോക്കനു, എന്തിനത് ഓർക്കുന്നേ? ആ ഒരു കാരണത്താൽ നമ്മൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇല്ല അച്ചു, ഞാനത് ഓർക്കുന്നില്ല. അച്ചു, നമ്മൾക്ക് നാളെ ഷോപ്പിങ്ങിന് പോയാലോ? ആ, അത് പൊളിക്കും. അതിന് നിന്റെ അമ്മായി സമ്മതിക്കുമോ? ആ തള്ളയോട് പോവാൻ പറ, ഞാൻ നിന്റെ കൂടെ വരും. നിന്റെ ഈ ധൈര്യം നിന്റെ പാവം ചേച്ചിക്ക് ഇല്ലാത്തത് കൊണ്ടാ അമ്മായിയും കീർത്തിയും ആ പാവത്തിനെ ഓരോന്നും പറയുന്നേ. അത് ശരിയാ. കാർത്തികേട്ടൻ പിന്നെ ഒന്നും പറയില്ല, കാരണം ചേച്ചിയെ കാർത്തികേട്ടൻക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ മാമൻക്ക് ഞങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എന്റെ ഏട്ടൻ അമ്മായിയുടെയും കീർത്തിയുടെയും സ്വഭാവം അറിയുന്നില്ലല്ലോ. പോട്ടെടാ, നിന്റെ അമ്മാവൻ ഉള്ളിടത്തോളം കാലം നിന്നെയും ചേച്ചിയെയും ചേട്ടനെയും ആരും അവിടെ നിന്ന് പുറത്താക്കില്ല. പിന്നെ സനുവേട്ടന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെന്ന് അമ്മായി പറഞ്ഞു നടക്കുവല്ലേ. ആ ഒരു കാരണത്താൽ എന്റെ ഏട്ടനോട് സ്നേഹം നടിച്ചു നടക്കും രണ്ടുപേരും. എന്നെയും എന്റെ ചേച്ചിയെയും കീർത്തിക്കും അമ്മായിക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആ വീട് വിട്ട് അച്ഛന്റെ നാട്ടിലേക്ക് പോവാൻ അറിയാത്തത് കൊണ്ടല്ല, പാവം അമ്മാവനെ ഓർത്തിട്ടാ. പോരാത്തതിന് അവിടെ പോയി കഴിഞ്ഞാൽ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾ വരും. അച്ചു വിഷമിക്കാതെ, നിനക്കും നിന്റെ ചേച്ചിക്കും കൂട്ടിനായി നിന്റെ ഏട്ടനില്ലേ. എന്നാ ഞാൻ പോട്ടേടാ. അച്ചുമോളെ കഴിച്ചിട്ട് പോവാം. വേണ്ട അമ്മേ. എങ്ങോട്ടടി കെട്ടി ഒരുങ്ങി? അമ്മായി, ഞാൻ ദിയയുടെ കൂടെ ടൗൺ വരെ. നിർത്തടി, നിനക്കിങ്ങനെ കെട്ടി ഒരുങ്ങി വരാനും പോവാനും ഇത് നിന്റെ അച്ഛന്റെ വീടൊന്നുമല്ല. എന്താടി നോക്കി നിൽക്കുന്നേ? എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടായത്. നിന്റെ അനിയത്തി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവളെ എങ്ങോട്ടോ ഊര് തണ്ണാൻ പോയിരിക്കുക. ഇനി നീയും കൂടി ഇവിടെ നിന്ന് പോയ പിന്നെ ഇവിടെയുള്ള ജോലി പിന്നെ ആര് ചെയ്യൂടി? അമ്മായി, ഞാൻ എല്ലാ ജോലികളും തീർത്തു അമ്മായി. എവിടെ തീർക്കാനാടി? ഒന്നും തീർന്നിട്ടില്ല. കീർത്തിമോടെ കുറച്ച് ഡ്രസ് ഉണ്ട് അപ്പുറത്ത്. ചെല്ല്.
എടി ആരെ വായി നോക്കി നിൽക്കുവാടി, അങ്ങോട്ടേക്ക് ചെല്ലാനാ പറഞ്ഞേ. ഐഷു ആ ദിയ, ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? അതെന്താ? വരുന്നില്ല, അത്ര തന്നെ. അവൾക്ക് കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഐഷു, ഞാൻ ഇല്ലടാ. ഡേ, സാനു വിളിക്കുമ്പോ നീ അവനോട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? പറ, നിങ്ങൾ എന്തോ ചെയ്യും? എന്നെയും എന്റെ ചേച്ചിയെയും നിങ്ങൾക്കോ നിങ്ങളുടെ മകൾക്കോ ഇഷ്ടമില്ല. പക്ഷെ ഞങ്ങളുടെ ഏട്ടൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അയക്കുന്ന ക്യാഷ് അത് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് നാണമില്ലല്ലോ. അശ്വതി, നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. സംസാരിക്കുമ്പടി അതിനെനിക്ക് നിന്റെയോ നിന്റെ അമ്മയുടെയോ പെർമിഷൻ ആവശ്യമില്ല. മോളെ മതി, നിർത്ത്. ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ. ചേച്ചി ഒന്നും പറയാത്തത് കൊണ്ടാ ഇവരിങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ. ചേച്ചി, നീ എവിടെയും പോവാൻ നിൽക്കുവായിരുന്നോ? അത് ദിയയുടെ കൂടെ ടൗൺ വരെ. എന്നിട്ട് പോകുന്നില്ലേ? ഇല്ല മോളെ, എനിക്ക് ഭയങ്കര തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ദേ, എന്റെ ചേച്ചി ഒന്നും മിണ്ടുന്നില്ലെന്ന് കരുതി എന്റെ ചേച്ചിയെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, വെറുതെ വിടില്ല ഞാൻ. അജു, എന്താ മോനെ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛമ്മേ. കണ്ടിട്ട് എന്തോ ഒന്ന് ഉള്ള പോലെ. അങ്ങനെയൊന്നും ഇല്ല ചെറിയമ്മേ. അമ്മേ, അർജു വിളിച്ചായിരുന്നു. അവൻ 2 ദിവസം കഴിഞ്ഞ് വരുമത്രേ. ആണോ? അതെ അമ്മേ. ജയനും ഹരിയും എവിടെ മോളെ? ഞങ്ങൾ ഇവിടെയുണ്ട് അമ്മേ. ആ മക്കളെ, ഇരിക്ക്. മോനെ അജു, അച്ഛമ്മ മോനോട് ഒരു കാര്യം പറയട്ടെ. അച്ഛമ്മ പറഞ്ഞോളൂ. വേറൊന്നുമല്ല മോനെ, നിന്റെ കല്യാണക്കാര്യത്തെ പറ്റി തന്നെയാ. നിന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെണ്ണാലോചിക്കാമല്ലോ. എന്താ മോനെ, നീയൊന്നും പറഞ്ഞില്ല? അതച്ചാ, എനിക്കിപ്പോഴൊന്നും കല്യാണം ആലോചിക്കണ്ട. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? വേറെ ഒന്നും കൊണ്ടല്ല അച്ഛാ, എനിക്കിപ്പോ എന്തോ താല്പര്യം തോന്നുന്നില്ല. മോനെ, എന്നാലും അങ്ങേരിപ്പോ എവിടെയായിരിക്കും എന്റെ ഈശ്വര? ഒന്ന് കാണാൻ പറ്റുമോ നേരിൽ? നേരിൽ കണ്ടാൽ അങ്ങേർക്ക് ഒടുക്കത്തെ ജാടയായിരിക്കും. എത്രയൊക്കെ ജാടയിട്ടാലും ആ കാലമാടൻ ഒടുക്കത്തെ ഭംഗിയാ. എന്നാ ഇനി നേരിൽ കാണാൻ പറ്റുക? ഈശ്വര, എത്രയും പെട്ടെന്ന് തന്നെ ആ കാലമാടനെ എന്റെ മുന്നിൽ കൊണ്ട് എത്തിക്കണേ. പക്ഷെ ആ കാലമാടൻ എന്റെ കയ്യിൽ പിടിച്ചത് ഓർക്കുമ്പോൾ ദേഷ്യം വരുവാ. അങ്ങേരിപ്പോ എന്നെ ഓർക്കുന്നുണ്ടാവോ? എന്റെ മുഖം ഓർക്കുന്നുണ്ടാവോ? എവിടെ ഓർക്കാനാ? അഥവേ ഓർക്കുന്നുണ്ടെങ്കിൽ അയാൾ കരണ നോക്കി പൊട്ടിച്ചതേ ഓർക്കൂ. അതിച്ചിരി ഓവറായി. സാരമില്ല, എന്റെ കയ്യിൽ കയറി പിടിച്ചതിനല്ലേ. നേരിൽ കാണുമ്പോൾ മാപ്പ് പറയാം.